ഹലോ നമസ്കാരം. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ സന്തോഷ വാർത്ത ഞാൻ പറയുകയാണ്. നമ്മളുടെ ഒരു പ്രോഗ്രാമുണ്ട്, യങ് CEO എന്ന് പറയുന്ന പ്രോഗ്രാം. ഏകദേശം 10ലധികം ബാച്ചുകൾ കഴിഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. 4 ആഴ്ചകളിലായി ഒരു MBAയുടെ പോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു കോഴ്സാണിത്. ഇതിൻ്റെ അടുത്ത ബാച്ച് ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. കാരണം 100% നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പ്രത്യേകിച്ചും ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിലൊക്കെ ആണെങ്കിൽ വളരെ നല്ലത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സാണെങ്കിൽ CBL എന്ന് പറയുന്ന കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവലിലുള്ള കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യങ് CEOയും CBLും ഒക്കെ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്ന കോഴ്സുകളാണ്. രണ്ടും 10ഓളം ബാച്ചുകൾ കഴിഞ്ഞിട്ടുള്ളതാണ്. 10 ബാച്ച് എന്ന് പറയുമ്പോൾ ഒരു ബാച്ചിൽ ഏകദേശം 15 മുതൽ 20 വരെ ആൾക്കാരാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. എക്സൈറ്റിംഗ് കോഴ്സുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഒരു ഓൺട്രപ്രണർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, ബിസിനസ്സിലേക്ക് ഇറങ്ങി കുറച്ചുകൂടി റൺ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കസ്റ്റമറിനെ കുറിച്ചും നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാനത് കണ്ടിട്ടില്ല. കാരണം ഇത് എല്ലാവർക്കും വിൽക്കാൻ പറ്റും, എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലൊക്കെയാണ് പലപ്പോഴും ഓൺട്രപ്രണർഷിപ്പിലേക്ക് പല ആൾക്കാരും കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ അതല്ലാതെ വളരെ സ്പെസിഫിക്കായി ആർക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രൊഡക്റ്റും സർവീസും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക, മാർക്കറ്റ് എത്രമാത്രം അതിന് ഓക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക, എത്രമാത്രം ടാർഗറ്റ് ഓഡിയൻസ് നമുക്കുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ടാവുക, അത് വളരെ പ്രധാനമാണ്. ഇതില്ലാതെ ഇതിലേക്ക് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും പ്രശ്നമാകും. അപ്പോൾ ഈ ടാർഗറ്റ് ഓഡിയൻസിനെ എങ്ങനെ അസസ് ചെയ്യണം, TAM, SOM എന്നൊക്കെ പറയുന്ന മെക്കാനിസംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ഈ യങ് CEOയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കാനൊക്കെ ഈ പറയുന്ന കോഴ്സ് വളരെ യൂസ്ഫുൾ ആവും. അടുത്ത ഒരു പോയിന്റ്, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതിന് സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ബിസിനസ് മോഡൽ വളരെ പ്രധാനമാണ്. നിങ്ങൾ എന്ത് ബിസിനസ് മോഡലാണ് ഉപയോഗിക്കുന്നത്, എത്ര ഫേസസിലാണ് നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് വളരെ പ്രധാനമാണ്. പല ആൾക്കാരും അങ്ങനെ പ്രത്യേകിച്ച് ഫേസസ് ഒന്നും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ഇതിനെ കാണുന്നത്. അപ്പോൾ അത് തെറ്റാണ്. കൃത്യമായിട്ടുള്ള ഫേസ് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വളരാൻ സാധിക്കുക. പിന്നെ വളരെ സേഫായിട്ട് പോകണമെങ്കിൽ സ്റ്റാർട്ട് സ്മോൾ, സ്കെയിൽ ഗ്രാജുവലി എന്നുള്ളതാണ്. നിങ്ങളുടെ കൃത്യമായ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിനെ ഹിറ്റ് ചെയ്തുകൊണ്ട് സ്കെയിൽ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ ബിസിനസ് മോഡൽ ക്യാൻവാസ് എന്താണ്, അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്ന കോഴ്സ് കൂടിയാണ് യങ് CEO എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും, ഉറപ്പാണ്. അടുത്തത്, പലപ്പോഴും ഈ ബിസിനസ് തുടങ്ങുമ്പോൾ പ്രോഫിറ്റ് എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിൽ മൊത്തം ഇരിക്കുന്നത്. പക്ഷെ പ്രോഫിറ്റ് എന്നുള്ളതിനേക്കാൾ ക്യാഷ് ഫ്ലോ ആദ്യം നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം, എന്നിട്ട് പ്രോഫിറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം പൈസ വരിക പോവുക എന്ന് പ്രത്യേകിച്ചും ഇൻഫ്ലോ വളരെ പ്രധാനമാണ്. പൈസ നമ്മുടെ ബിസിനസ്സിനൊക്കെ അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. പ്രോഫിറ്റ് മാത്രം നോക്കിയിരുന്നാൽ ഒരുപക്ഷെ നമുക്കൊരു പെനട്രേഷൻ ഒന്നും സാധ്യമാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ ബിസിനസ് എല്ലാവരിലേക്കും എത്തിക്കാനും കാര്യങ്ങൾ കൃത്യമായി നടക്കാനും ഒക്കെ ക്യാഷ് ഫ്ലോ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പ്രോഫിറ്റ് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇനീഷ്യലി ക്യാഷ് ഫ്ലോവിന് കുറച്ച് ഒരു പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രോഫിറ്റിലേക്ക് ഇതിനെ അലൈൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മളുടെ റവന്യൂ മോഡലുകൾ കൃത്യമാക്കേണ്ടതുണ്ട്, പ്രൈസിങ് സ്ട്രാറ്റജി കൃത്യമാക്കേണ്ടതുണ്ട്. അപ്പോൾ റവന്യൂ മോഡലും പ്രൈസിങ് സ്ട്രാറ്റജിയും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളൊരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി തന്നെ കൃത്യമായിട്ട് നമുക്ക് മൊഡ്യൂളുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഓൺട്രപ്രണേഴ്സിന് പല ആളുകൾക്കും ഇല്ലാത്തൊരു ഗുണമാണ് ഈ നെറ്റ്വർക്കിംഗ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളുമായിട്ട് റിലേഷൻ ഉണ്ടാക്കുക. ഇന്ന് ഗ്ലോബലി തന്നെ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്ലോബലി തന്നെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ സാധിക്കുക, നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ബിസിനസ് എങ്ങനെ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ജപ്പാനിലേക്കോ ഒക്കെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രോത്ത് സ്ട്രാറ്റജികൾ, നെറ്റ്വർക്കിംഗ് സ്ട്രാറ്റജികൾ, ഇത്തരം കാര്യങ്ങളും ആക്ച്വലി നമ്മൾ ഇത്തരം കോഴ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് തിയറോട്ടിക്കലി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതിന് പകരം ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ മനോഹാരിത. അവിടെയാണ് ശരിക്കും മറ്റുള്ള പല കോഴ്സുകളിൽ നിന്നും ഇത് വിഭിന്നമാകുന്നതും വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്കത് അനുഭവവേദ്യമാക്കാൻ കഴിയുന്നതും.
ഒപ്പം തന്നെ ഇതിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ലീഡർഷിപ്പ് ക്യാപ്പബിലിറ്റീസിനെ കുറിച്ചാണ്. അവിടെ എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ഫെയിലിയറുകൾ സംഭവിക്കും. നമുക്ക് ആ ഫെയിലിയറിൽ നിന്ന് റീബൗണ്ട് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് സ്റ്റൈല് അലൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് ഒരു ബിസിനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ തിരിച്ചടികൾ ഉണ്ടാകും, ആ തിരിച്ചടികൾ എങ്ങനെ ഓവർകം ചെയ്യാം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു ഓൺട്രപ്രണർ ആവുന്ന സമയത്ത്. അപ്പോൾ അതും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് തന്നെ ഈ കോഴ്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യങ് സിഇഒയിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാരണം വളരെ പരിമിതമായ സീറ്റുകളാണുള്ളത്. ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. ആ ഏർലി ബേർഡ് ഓഫറിന് വേണ്ടി എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഒപ്പം തന്നെ തീർച്ചയായിട്ടും ഇത് എല്ലാ ഇടവിട്ടുള്ള മാസങ്ങളിൽ നമ്മൾ നടത്തുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അടുത്ത ഭാഗം വരുന്നത് ജനുവരിയിലാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞാനും ഈ യങ് സിഇഒ കോഴ്സിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ ഭാഗത്തു നിന്നും സെഷനുകളുണ്ട്. പിന്നെ ബ്രഹ്മ ടീമിലെ എക്സ്പെർട്ടായിട്ടുള്ള ഡൊമൈൻ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളത് പേഴ്സണലി എനിക്ക് ഉറപ്പ് തരാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് യങ് സിഇഒ. ഓൾ ദി ബെസ്റ്റ്.